ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്തലിക ഡെയിലി മന്ന എന്ന മീഡിയയിലൂടെ ഒരു വചനം പറയുവാൻ ദൈവാവസരം ഒരുക്കി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് ആധാരമായി 5-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുന്നു. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 5-ാം സങ്കീർത്തനം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. ഇന്ന് പകൽക്കാലം ദൈവജനമേ, വാക്കുകൾക്ക് ചെവി തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിക്കുന്നത് ദാവീദ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഏത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ദൈവജനമേ, നമ്മൾ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ സങ്കടയാചന കേൾക്കാതിരിക്കുന്ന ഒരു ദൈവമല്ല. ദാവീദ് പറയുന്നു, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേല് ദൈവം നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് പറയുവാനുണ്ട്. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തിലും കാത്തിരിക്കുന്ന അനുഭവത്തെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ആ കാത്തിരിക്കുന്നവര് യെശയ്യാവ് 40-ന്റെ 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ബാലിക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ശക്തിയെ പുതുക്കുവാൻ കഴിയുകയുള്ളൂ. ബാലിക്കാർ ക്ഷീണിക്കാം, ഹല്ലേലൂയ, യൗവനക്കാർ ഇടറി വീഴാം. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ, നമ്മള് കാത്തിരിപ്പുണ്ടല്ലോ, ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു കാത്തിരിപ്പുണ്ട്. അപ്പൊ ആ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അഭിഷേകം പ്രാപിക്കുവാൻ. മർക്കോസിന്റെ മാളികയില് 120 പേര് ഒരു സംഘം കാത്തിരുന്നു. അവര് 120 പേരും ഹല്ലേലൂയ ആ മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്ന് അവർ അഭിഷേകം പ്രാപിപ്പാൻ ഇടയായി. ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്നു. അവിടെ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. രാവിലെ നമ്മൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ദൈവദാസന്മാർ നമ്മളോട് വചനം പറയുമ്പോൾ നമുക്കൊരു ഒരുക്കം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഒരു ഒരുക്കമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരുക്കി കാത്തിരിക്കുന്ന അവർ സുഗന്ധ തൈലമായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. മർക്കോസ് 16-ന്റെ 2-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ കല്ലറയ്ക്കൽ ചെന്നു. ഹല്ലേലൂയ. അവിടെയും ഒരു ഒരുക്കമാണ് കർത്താവിനെ ചെന്ന് കാണുവാൻ. ആ കല്ലറയ്ക്കൽ ചെന്ന് കാണുവാൻ വേണ്ടി 3 സഹോദരിമാർ ഒരുക്കി ആ സുഗന്ധ തൈലം എടുത്തുകൊണ്ട് യേശുവിനെ പൂശുവാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരും ഒരുങ്ങിയിരിക്കുന്നവരാണ്. മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ യേശുവിനെ കാണുവാൻ ആ കല്ലറയ്ക്കൽ എത്തിയിരിക്കുന്നത്. അവിടെയും ഒരുക്കമാണ് കണ്ടിരിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ 10 കന്യകമാരെ കുറിച്ച് അവർ 5 പേര് ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധി
ഇല്ലാത്തവരുമായിരുന്നു. അവിടെയും ഒരു ഒരുക്കമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ മണവാളന്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ വിളക്ക് കത്തിക്കുവാൻ വേണ്ടി അവർ ആ വിളക്ക് പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ്. ആ കർത്താവിന്റെ കരങ്ങളിൽ പിന്നെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.